ഇനി മനീഷ് മന്ദാരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സത്യം പറയുന്നവൻ സത്യശീലൻ എന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഹിറ്റായി മാറിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രേക്ഷകനായ മനീഷ് മന്ദാരം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ലൈവിൽ ചേരുകയാണ്. ഓക്കെ, മനീഷ്, ഒരുപാട് സന്തോഷം. എന്താണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പങ്കുവെക്കാൻ ന്യൂസ് 18 അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ മനീഷ്, എങ്ങനെയാണ് അഭിനന്ദനങ്ങൾ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? മൊത്തത്തിൽ ഹിറ്റാണെന്നറിയാമെങ്കിലും വളരെ സന്തോഷം. കാരണം ആ ഒരു സന്തോഷം ന്യൂസ് 18 വന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടിയതിൽ അതിനെക്കാട്ടി വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പം സത്യം പറഞ്ഞ സത്യശീലൻ തിരുവോണം നാളിലാണ് നമ്മൾ റിലീസ് ചെയ്തത്, യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാ ഓണത്തിനും നമ്മൾ ഒരു കോമഡി കണ്ടന്റുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത്തവണത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണം എന്ന് വെച്ചാൽ നമുക്ക് അധികം സന്തോഷിച്ചുകൊണ്ട് ആഘോഷിക്കാൻ പറ്റിയ ഒന്നായിരുന്നില്ല. ഒരുപാട് ദുരന്തങ്ങൾ, വയനാട്, ശിരൂർ പോലുള്ള ദുരന്തങ്ങൾ നമ്മളെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു വലിയൊരു ദുരന്തം എന്ന് നമ്മൾ പേടിയോടി കൂടി കാണുന്ന ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. അതായത് മുല്ലപ്പെരിയാർ വിഷയമാണ്. ഒരിക്കലും ഇത് ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, അല്ലെ ആരെയും കുറ്റപ്പെടുത്താനോ ഗവൺമെന്റിനെയോ ഭരണകൂടത്തെയോ ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ടായ ഒരു ചെറിയ സംഭവങ്ങൾ കോർത്തിണക്കി സത്യം പറയുന്ന സത്യശീലനോടെ ഒരു ഇടുക്കിക്കാരന്റെ ജീവിതം, അയാളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്നത് കുറച്ച് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയും ഒക്കെ ഞങ്ങൾ ചെയ്തതാണ്. അപ്പം അതില് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നിരവധി ചാനലുകളിലൂടെ അറിയാവുന്ന കോമഡി ബമ്പർ ചിരി താരം അനീഷ് കാവൻ. അദ്ദേഹമാണ് ഇതിനകത്ത് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെയാണ് ആശയവും. അപ്പം അതിന്റെ ക്യാമറയും എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത് എന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ബിച്ചു രാജേന്ദ്രനാണ്. പിന്നെ ഇതിൽ അനീഷേറിനൊപ്പം മഞ്ജു ഷാജി അദ്ദേഹത്തിന്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നു. മകളായിട്ട് ശ്രീബാല മനീഷ് അഭിനയിച്ചിരിക്കുന്നത് എന്റെ മകൾ തന്നെയാണ്. പിന്നെ അതോടൊപ്പം സതീഷ് രാഘവൻ, അദ്ദേഹം നിരവധി കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്കറിയാവുന്ന വ്യക്തിയാണ്. ശരത് ശശിധരൻ ചാനലുകളിലൊക്കെ ഉള്ളതാണ്. അലക്സ്, ഹരികൃഷ്ണൻ, വിഷ്ണു നമ്പൂതിരി, അമ്പിളിക്കണ്ണൻ, അങ്ങനെ ഒട്ടനവധി കലാകാരന്മാര് അണിനിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. പിന്നെ സാധാരണ ഞങ്ങള് കോമഡി പ്രോഗ്രാമുകളിലൊക്കെ വെബ് സീരീസുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് സത്യം പറയുന്ന സത്യശീലൻ നമ്മള് ഈ പ്രാവശ്യം ഓണത്തിന്. മനീഷിന്റെ എത്രാമത്തെ ഷോർട്ട് ഫിലിമാണ് മനീഷ എത്രാമത് ചെയ്തതാണത്? എന്റെ ഇത് ഷോർട്ട് ഫിലിം പറയുകയാണെങ്കിൽ 6ാമതാണ്. വെബ് സീരീസിലാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഒരു ജലജ ഗ്യാരേജ് എന്ന് പറഞ്ഞത് ഹിറ്റ് ആയിരുന്നു. അത് കോമഡി സബ്ജക്ട് ആയിരുന്നു. അത് മനീഷ് ഏട്ടൻ തന്നെ ആയിരുന്നു പ്രധാന വേഷം ചെയ്തിരുന്നത്. ഇനി അടുത്ത പ്രോജക്ട് നിലവില് സ്ക്രിപ്റ്റ് കഴിഞ്ഞു, അതിന്റെ ഡിസ്കഷനിലാണ്. അടുത്ത ഉടനെ തന്നെ ഉണ്ടാവും. ബിഗ് സ്ക്രീനിലേക്കുള്ള യാത്ര അതിനി എത്ര ദൂരമുണ്ട്? തീർച്ചയായിട്ടും. അതായത് ഒരു സിനിമാ മോഹമായി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ടീമാണ് ബ്ലൂ സ്റ്റാർ വിഷ്വൽ മീഡിയ. അതായത് നമ്മുടെ ആ യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എത്രയും വേഗം തന്നെ എത്താനുള്ള ആഗ്രഹത്തിലാണ്. എല്ലാവരും ഒരേ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സിനിമയിൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഇത് നമ്മളിപ്പോ വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്തതാണ്. എല്ലാവരും കൂടെ കൈ കാശൊക്കെ ഇട്ട് ചെയ്തൊരു വർക്കും കൂടിയാണ്. ശരി മനീഷ്, എന്തായാലും ഞങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാകും അല്ലെ, ഇതുപോലെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള. വളരെ സന്തോഷം. താങ്ക് യു. ഞങ്ങള് ഇതുപോലെ കൂടുതൽ ആളുകളെ ഇങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം പങ്കെടുത്തതിന്. 83K ആണ് നിലവിൽ. അപ്പൊ 83K കടന്ന മില്യൺസ് ഉയർന്നു പോട്ടെ. മനീഷ്, താങ്ക് യു സോ മച്ച്.